വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഓർമ്മിക്കുക, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഈ ഫലാഗമ കാലത്തിൽ നാം ധ്യാനിക്കേണ്ടത്. സഭ എന്നത് നാം ഓരോരുത്തരുമാണ്. നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങളാണ് സഭയുടെ ഫലങ്ങൾ. അതുകൊണ്ട് നാം സ്വീകരിച്ച വിശ്വാസത്തിനനുസൃതം യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കടമയുണ്ട്. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നാം. ആയതിനാൽ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിറഞ്ഞു കവിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കണം. ഒരു കുടുംബത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ എങ്ങനെയാണ് നാം പുറപ്പെടുവിക്കുക? പരസ്പരം വിട്ടുകൊടുത്തും മനസ്സിലാക്കിയും അംഗീകരിച്ചും ജീവിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. സ്നേഹത്തിന് കുറവ് വരുത്തിയാൽ നാം യഥാകാലം ഫലം പുറപ്പെടുവിക്കാത്തവരാകും. നമുക്ക് ക്ഷമിക്കാം. മനസ്സിലാക്കാനാവാത്ത അനുഭവങ്ങളെ, ഉൾക്കൊള്ളാനാവാത്ത സാഹചര്യങ്ങളെ, ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തികളെ, മറക്കാനാവാത്ത സംഭവങ്ങളെ എല്ലാം ദിവ്യബലിയിൽ കാഴ്ചവെപ്പിൽ നമ്മുടെ കാഴ്ചകളായി അർപ്പിച്ച് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ ദൈവഹിതമെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ആ ക്ലേശങ്ങൾ കൃപയായി ഭവിക്കും. സഹനം എപ്പോഴും രക്ഷാകരമാണ്. ഈശോയുടെ സഹന മരണ ഉത്ഥാനമാണല്ലോ നമ്മെ രക്ഷിച്ചത്. നമ്മുടെ സഹനങ്ങളെ ഈശോയുടെ സഹനത്തോട് ചേർത്തുവച്ച് നമുക്ക് സ്വീകരിക്കാം. ജീവിതയാത്രയിൽ നാം തനിച്ചല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ രക്ഷകന് നമ്മെ തനിയെ വിടാൻ സാധിക്കുകയില്ല. നല്ലവനായ ദൈവത്തിന്റെ കരം പിടിച്ച് നമുക്ക് നന്മ പ്രവർത്തിക്കാം. എല്ലാവർക്കും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വിശുദ്ധരായ വ്യക്തികളാകാം. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപിൽ നിറയെ ഫലം ചൂടി നിൽക്കുന്ന വൃക്ഷങ്ങളാകാം. ഒരു വൃക്ഷങ്ങളും തന്റെ തന്നെ ഫലം ആസ്വദിക്കുന്നില്ല. മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സ്വീകരിച്ച് അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നാമും ദൈവാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാൽ ദൈവിക ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാൻ വേണ്ട കൃപ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യാഗത്തിൻ സ്നേഹത്തിൻ ഓർമ്മയായി ബലിയായി പങ്കിടാമീ കൊച്ചു ജീവിതം. ചുംബനം നൽകിയ ആത്മസ്നേഹിതൻ കുഞ്ഞാടിൻ ചങ്കുതുളച്ചൊരുവേദി. ഗത്സമൻ തോട്ടവും ഒലിവിൻ ശിഖരവും തണലേകിയ ആശ്വാസമായി. ക്ഷമിക്കാം, മറക്കാം സോദരരെ, ചങ്കോടു ചേർത്തവൻ ചങ്കിലേ. ചുടുനീണം പാനീയമായി നമുക്കേകി ഈശോയെ സ്നേഹമേ ക്ഷമിക്കാൻ പഠിപ്പിക്കണേ. ആ ഒരു പിടി സ്നേഹം നൽകിയ മിത്രങ്ങളൊരായിരം
നോവുകൾ എനിക്കേകി. ഒരു പിടി സ്നേഹം നൽകിയ മിത്രങ്ങൾ 1000 നോവുകൾ എനിക്കേകി. സ്നേഹവും കരുതലും നൽകി എന്നെ വഞ്ചിച്ച അധരങ്ങൾക്കു മാപ്പു നൽകാൻ കൊതിയായി നിൻ മുൻപിൽ വന്നിടുന്നു. എല്ലാം ക്ഷമിക്കാൻ മറക്കാൻ കൃപയേകൂ, കൃപയേകൂ. ചാരേ നിന്നവർ ചതിയിൽ തള്ളുമ്പോൾ അരികിൽ വരണേ ആത്മീയ മിത്രമേ. ചാരേ നിന്നവർ ചതിയിൽ തള്ളുമ്പോൾ അരികിൽ വരണേ ആത്മീയ മിത്രമേ. അവരറിയുന്നില്ല അവരുടെ തെറ്റുകൾ, മാപ്പ് ഏകണേ ഈ ബലിയിൽ. നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നു, എല്ലാം ക്ഷമിക്കാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ. മരണം വരെയും കൂടെയുണ്ടാവുമെന്ന് പറഞ്ഞവർ പാതി വഴിയിൽ പിരിയുമ്പോൾ, മരണം വരെയും കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞവർ പാതി വഴിയിൽ പിരിയുമ്പോൾ, ഉള്ളം കലങ്ങിയുരുകിത്തീരുമെൻ ഇടനെഞ്ചിൻ ദുഃഖങ്ങൾ ക്രൂശിനോടു ചേർക്കുന്നു. ഇടനെഞ്ചിൻ ദുഃഖങ്ങൾ ക്രൂശിനോടു ചേർക്കുന്നു. എല്ലാം ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ. എന്തിനിതെന്നോട് തോന്നിയ നിമിഷങ്ങൾ സ്വർഗീയ പാതയിൽ നീങ്ങുവാൻ. എന്തിനിതെന്നോട് തോന്നിയ നിമിഷങ്ങൾ സ്വർഗീയ പാതയിൽ നീങ്ങുവാൻ. അനേകം കായന്മാരാൽ ദ്രോഹിക്കപ്പെടുമെന്ന തിരിച്ചറിവിൽ എന്നെ നയിച്ചു. എന്നെ തിരുഹൃദയത്തിൽ ചേർത്ത് പൊതിയണേ. എല്ലാം ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ. എല്ലാം ക്ഷമിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, പഠിപ്പിക്കണേ.